ഇഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ ഹീറോയിൻ എൻ്റെ ഫാഷനൊക്കെ മാരേജിന് ഓടി വന്നത് ഫ്രണ്ടോട് പറയും പക്ഷേ പോവാൻ പേടിയാവാ. സിഒ സാർ എന്നെ ജോബ് വിളിച്ചിരുന്നു. അതടി മാറെ വയ്യില്ല, ഇവിടുന്ന് നമുക്ക് ജോബൊക്കെ പോയ പറ്റും. എന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് സമാധാനമാക്കായിരുന്നു. ഹീറോയ്ക്ക് അയ്യോ ഇപ്പം എന്താ ചെയ്യുക, നിനക്ക് കല്യാണം കഴിഞ്ഞ് ഒരു ബേബി ഉണ്ട് പറയാം, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക എന്നെ ഹീറോയി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി സാഡായിരുന്നു. ആ ഷുഗറിൻ്റെ കമ്പനി കാണും. ഷുഗർ എന്താ അതിലൊരാൾ വന്നായിരുന്നു. അങ്ങനെ ട്രെയിനിങ് കൊടുത്തേനെ ആ സെക്യൂരിറ്റി. ഇല്ലമ്മ ഞാൻ പോയാൽ പിന്നെ സാർക്ക് ഇത് ചെയ്യണം അങ്ങനെയായിട്ട് പറഞ്ഞു കൊടുത്തേനെ. അത്ര കഷ്ടമൊന്നുമില്ല. ഷുഗർ ഹീറോയിനെ ഇപ്പം കുറേ സീക്കായിരുന്നു. അങ്ങനെ 2 സെക്യൂരിറ്റി ഓൾറെഡി ഗേൾ സെക്യൂരിറ്റി പോയിരുന്നു. എനിക്ക് കുറച്ച് ജോലി മാത്രമാണുള്ളത് എന്ന് ഷുഗർ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. ഷുഗർ ഹീറോയിനൊക്കെ സൈറ്റടിക്കുമായിരുന്നു. അങ്ങനെ ഒരു സുഖ പറഞ്ഞ ഷുഗറോട് ഷുഗർ ഹീറോയിനെ പിടിച്ചിരുന്നു. അതുകൊണ്ട് ഷുഗർക്ക് ഏത് ലാംഗ്വേജും അങ്ങനെ വേഗം പഠിക്കും. അത്ര നല്ല ബുദ്ധിശാലിയാണ്. അങ്ങനെ ഹീറോയിൻ്റെ ലാംഗ്വേജ് എഴുതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഷുഗർ ഹീറോയിൻ്റെ ലാംഗ്വേജ് പഠിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഷുഗർ അങ്ങനെ ഹീറോയുടെ സംസാരിക്കായിരുന്നു വന്നതാണ് ഫ്ലാറ്റിൽ. അങ്ങനെ ഫ്ലാറ്റിൽ വരുമ്പോൾ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഷുഗർ ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു. അനു പ്രിയ പറയുന്നു, അനു നീ ആ മാരേജൊക്കെ രക്ഷപ്പെട്ടു വന്നു. എടി എൻ്റെ അനിയനെ കണ്ടുപിടിച്ചടി, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? വേറെ വഴിയില്ലടി. ഇപ്പോൾ അവൻ പറഞ്ഞിരുന്നു അച്ഛനെ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് മിസ്സായത്, അതുകൊണ്ട് ഇപ്പോൾ എവിടെ ഉള്ളത് എന്ന് നീ പോയിനുണ്ട് പറഞ്ഞത്. കുറച്ച് ദൂരം പോയിന്. അതുമാത്രമല്ല അവന് കല്യാണം കഴിക്കുമ്പോൾ അവന് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ ട്രിപ്പ് പോയിന്. ട്രിപ്പ് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാ എന്ന് പറഞ്ഞിട്ട് സമാധാനമാക്കി നിൻ്റെ അമ്മ. അതുകൊണ്ട് നീ വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. എടി ഇപ്പം എന്താ ചെയ്യുക? ഞാൻ ആരടി മാരേജ് കഴിച്ചതെന്ന് പറയാം. അത് മാത്രമല്ല ബേബിക്ക് എവിടേക്കടി പോകുന്നത് എന്നെ ഹീറോയി പറയാറ്. ഇത് ഷുഗർ എത്തിയിരുന്നു. ബേബി മാരേജാ? അങ്ങനെ ഷുഗർ കേൾക്കായിരുന്നു. ഓ എല്ലാം കേട്ടായിരുന്നു. ഷുഗർക്ക് മനസ്സിലായി. ഓ ഇതാണ് പ്രശ്നം. ശരി ഓക്കെ എന്നെ ഷുഗർ ഒരുമാതിരി ഓർക്കായിരുന്നു. ചെയ്തായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഹീറോയിൻ കമ്പനിക്ക് വരുന്നു. അപ്പോൾ ഷുഗർ ശരി ഓക്കെ ഷുഗർ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഷുഗർ അങ്ങനെ ഒരു സെക്യൂരിറ്റി സാർ ഹീറോ ഷുഗർ പറഞ്ഞായിരുന്നു. ഹീറോയുടെ കുറച്ച് സംസാരിക്കുന്നു. സാർ എന്താ സാർ? അപ്പോൾ ഷുഗർ പറയാൻ തുടങ്ങി. ഞാൻ മാരേജ് കഴിക്കാൻ പറ്റുമോ എന്ന് ഷുഗർ കേട്ടെ ഹീറോ ഷോക്കായിരുന്നു. സാർ ഇല്ല എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് മാരേജ് കഴിക്കാൻ ഷുഗർ കേട്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇല്ല അത് അതെ ഞാൻ മാരേജ് കഴിക്കാം ഷുഗർ പറയാനായിട്ട് ഷോക്കായിരുന്നു. ഇല്ലപ്പാ ഏത് മാരേജ് കഴിച്ചാൽ ബേബി എനിക്കൊരു ബേബി ഉണ്ട് ഷുഗർ പറഞ്ഞിരുന്നു. ഇത് കേട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാരേജ് കഴിക്കുമ്പോൾ ഷുഗർ പറഞ്ഞത്. ഷുഗർ റിയലായിട്ട് ഹീറോയിനെ മാരേജ് കഴിക്കാൻ വേണ്ടി കേട്ടത് അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പറയുന്നു. ശരി ഓക്കെ എന്ന് ഹീറോ അക്സെപ്റ്റ്. ഇത് തപ്പിക്ക് വേറെ വഴിയില്ല. ബേബി ഉണ്ട് പറഞ്ഞു. ബേബി ഞങ്ങളുടെ ഹീറോയ്ക്ക് പിടിച്ചായിരുന്നു. അതുകൊണ്ട് മാരേജ് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഷുഗർക്കും ഹീറോയ്ക്കും മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. എങ്ങനെയായിട്ട് ഫേമസ് ഷുഗർ രാജായി ഷുഗർ ഭയങ്കര ഫേമസ്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ബേബീനെ കൂടെ ഹീറോ ജോലിയായിട്ടുണ്ടായിരുന്നു. ബേബീനെ കെയറിങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഡേയ്സ് പോകാൻ ഹീറോയിൻ കൊറിയൻ ലാംഗ്വേജ് എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അനിയനും അങ്ങനെ ഫോൺ നമ്പർ സിമ്മ് ചേഞ്ച് ആക്കിയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ അയ്യോ ഇത് വിട്ടാൽ ശരിയാവില്ല എന്നാൽ ആ സിമ്മ് ചേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയായിരുന്നു. ഷുഗർ പറയാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അനിയനൊക്കെ ഗിഫ്റ്റ് ഒന്ന് തരാൻ പറഞ്ഞു. അനിയൻ ശരി ഓക്കെ ചേച്ചി എന്ന് അവൻ അറിയാതെ പോയി സംസാരിച്ച് ഹീറോയിൻ്റെ ഫ്രണ്ട് ഡാഡിക്ക് ഗിഫ്റ്റ് അത് ഇത് വരാം. അവൻ എവിടെ ഉണ്ട് പറയില്ലായിരുന്നു. ഡേയ്സ് പോകാൻ ഇപ്പോൾ കുട്ടി വളർന്നു വലുതായി. അങ്ങനെയായിട്ട് ഹീറോയിൻ പറയായിരുന്നു. ബേബി എന്ത് പറ്റി? മമ്മി അത് എന്ന് പറഞ്ഞു. ബേബി പറയുന്നു. എന്താടാ പറ്റിയെന്ന്? ഇല്ല മമ്മി അത് പോകണം എന്ന് പറഞ്ഞു. ബേബി ക്യൂട്ടായിട്ട് പറയുന്നത്. എന്താടാ പ്രശ്നം? ഇല്ല മമ്മി പോകണം, എനിക്ക് സ്കൂളിൽ പോകണം. ശരിടാ സ്കൂളിൽ പോയിക്കോ. ഇപ്പോൾ കുട്ടി വളർത്ത് വലുതായി സ്കൂൾ പഠിക്കുക 6 വയസ്സായി. ശരിടാ നീ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോ എനിക്ക് ഇച്ചിരി കുക്ക് ചെയ്തിരുന്നു. 2 കുട്ടികൾക്ക് അരിയാൻ തുടങ്ങിയിരുന്നു. ഹീറോ ഓടി വന്നിരുന്നു. അതിൽ 2 കുട്ടിക്ക് അരിയായിരുന്നു. 2 കുട്ടിക്ക് അരിയായിരുന്നു. അങ്ങനെ ഷുഗർ നോക്കും 2 കുട്ടികൾ വെച്ച് കൊഞ്ചായിരുന്നു. അങ്ങനെ ഷുഗറിനെ നോക്കി ഹീറോ മോർക്കായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഏത് ഷുഗർ മാരേജ് കഴിച്ചു. അതുമാത്രമല്ല ശുദ്ധി പേരിലാണ് ഇന്ത്യൻ സൈസ് മാരേജ് അതൊരു പ്ലേസിൽ പോയിട്ട് ഇന്ത്യൻ സൈസ് മാരേജ് കഴിച്ച് വന്നായിരുന്നു.
ഷുഗറിനെ നോക്കി ഹീറോയിൻ മുറുക്കായിരുന്നു. നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് ഷുഗർ മുറുക്കായിരുന്നു. ആൾറെഡി ഷുഗറോട് ഹീറോയിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ടിട്ട് പ്രപ്പോസ് ചെയ്ത് ഹീറോ ചെയ്ത് അങ്ങനെ ഹാപ്പിയായി ഫാമിലിയായി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഷുഗർ പറയുകയായിരുന്നു. അതെ 2 ബോയ്സ് ബേബി ഒരു ഗേൾ ബേബി ആയിരുന്നു. ഫസ്റ്റ് അതെ ഹീറോയിൻ നോക്കിയായിരുന്നു. എന്താടാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇല്ല പിന്നെ ഫസ്റ്റ് ഗേൾ ബേബി നെക്സ്റ്റ് ഒരു ബോയ് ബേബി പിന്നെ ഒരു ബോയ് ബേബി ട്വിൻസ് ആയിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ പറയാൻ ട്രിപ്പിൾസ് ആണ്. ഹീറോയിൻ മുറക്കായിരുന്നു ഷുഗർ സമാധാനം ഇല്ല ബേബി അതൊന്നും ഇല്ല എന്താ പറയായിരുന്നു. അങ്ങനെ ബേബി പക്ഷെ കൊഞ്ചായിരുന്നു ഷുഗർ. ഇല്ലടി ബേബി അങ്ങനെ ബേബീസ് വളർന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം കുറച്ച് പറന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്നു കുട്ടികളെല്ലാം. ഹീറോയിൻ പറയായിരുന്നു. ഷുഗർ സമാധാനമാക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ബേബീസും കൂടി ജോലിയായിട്ടിരുന്നായിരുന്നു. അങ്ങനെ കുട്ടികൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. മച്ചി ഞാൻ പോടി എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് എനിക്ക് മാരേജ്. അതിന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. എൻ്റെ ഞാൻ പോയി പറ്റൂടി എൻ്റെ വീട്ടുകാർ എനിക്ക് പറയായിരുന്നു വേറെ വഴിയില്ലടി എന്ന് പറയുന്നു. അതിന് ഹീറോയിൻ ശരിടി നീ പോയിക്കോ ഞങ്ങൾ പിന്നെ വരാം എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് ഹീറോയിൻ പറഞ്ഞു. കീർത്തിക്ക് അതെ അനു പറയുന്നു. പ്രിയക്ക് മാരേജാണ്. നെക്സ്റ്റ് കീർത്തിക്ക് മാരേജാണ്. അങ്ങനെ പോയായിരുന്നു. 2 ഫ്രണ്ട്സ് പോയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ റെഡി ആയിട്ട് ഷുഗർ പറയായിരുന്നു. ബേബി കുറച്ച് ലീവ് ഞാനും കൂടെ വരാം. ശരി ഷുഗർ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവർക്ക് പോയിരുന്നു. അതെ ആ ഒരു ഹോട്ടലിൽ താമസിച്ചായിരുന്നു ഹീറോയിൻ. അങ്ങനെയായിട്ട് പ്രിയാൻ്റെ മാരേജ് അങ്ങനെ എല്ലാവരും വന്നായിരുന്നു. ഹീറോയിൻ വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനൊക്കെ കണ്ടില്ലായിരുന്നു. ഹീറോയിൻ്റെ അനിയനൊക്കെ ഉണ്ടായിരുന്നു. അമ്മ യഥാർത്ഥം നോക്കും ഹീറോയിൻ ജോലി കൂടെ വരുന്നത് കണ്ടായിരുന്നു. ഒരു ബേബി ഉണ്ടായിരുന്നു. ഹീറോയിൻ അമ്മയൊക്കെ എന്താണിത് അമ്മ അത് എന്ന് പറഞ്ഞ ഹീറോയിൻ അമ്മ വഴക്ക് ഷുഗർ ഇങ്ങനെ കാർഡോ ചെയ്യുന്നു. ഹീറോയിൻ അമ്മ കണ്ടായിരുന്നു. വഴക്ക് പറയായിരുന്നു. അമ്മ അത് ബേബി നോക്കും ഹീറോയിൻ്റെ കയ്യിൽ ബേബി ഉണ്ടായിരുന്നു. ഹീറോയിനെ കണ്ട് ഷോക്കായിട്ട് പറയുന്നത് എന്താണ് ഇത് കൗത്ത് അത് കുട്ടി ഓടുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി പറഞ്ഞു. പിന്നെ ഹീറോയിനൊക്കെ വഴക്ക് പറഞ്ഞു. നോക്കോ അമ്മ ഇത് എൻ്റെ കൊച്ചാന്ന് പറയുന്നു. ഹീറോയിൻ്റെ സ്ഥിതിയൊക്കെ ഹീറോയിനൊക്കെ താലിയും എല്ലാം ഉണ്ടായിരുന്നു. ആരുടെ ഹസ്ബൻഡ് ഇപ്പം ഷുഗർ പറഞ്ഞു വന്നു. എന്ത് പറ്റി എന്ന് ഷുഗർ കേട്ടായിരുന്നു. അമ്മ ഇയാളെൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞു. അമ്മക്ക് ഷോക്കായിരുന്നു. എന്താ കാണാതെ അമ്മക്ക് അമ്മ വായ